സമീർ, ഇപ്പോൾ എന്താണ് പോലീസ് ആ കുടുംബം, അച്ഛൻ പറയുന്നത് അച്ഛൻ മാത്രമല്ല, എനിക്കൊന്ന് സഹോദരിയാണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി പ്രതികരിക്കുന്നുണ്ടായിരുന്നല്ലോ. വളരെ ബോൾഡായ കുട്ടിയാണ് വിഷ്ണുജ. പ്രശ്നങ്ങളുള്ളപ്പോൾ ഞാൻ തന്നെ നോക്കിക്കോളാം, ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് പറയാൻ ഉള്ള ധൈര്യമുള്ള കുട്ടിയായിരുന്നു. ഒരു തരത്തിലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ എന്താണ് വിശ്വാസം. മാത്രമല്ല അച്ഛൻ പറയുന്നു ഇത് കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയമുണ്ട് എന്ന് പറയുന്നത് മറ്റാരുമല്ല, അച്ഛൻ തന്നെയാണ്. ആ ദിശയ്ക്ക് കൂടി പോലീസ് അന്വേഷണം നടത്തുമോ സമീർ? തീർച്ചയായും ഹാഷ്മി, അതെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും അന്വേഷണത്തിന് വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും എല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബം ഒരു കൊലപാതകമാണെന്നുള്ള സംശയം പ്രകടിപ്പിച്ച സമയത്ത് അതും പോലീസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് ഇതെല്ലാം തന്നെ വരും. അതുകൊണ്ട് തന്നെ ഈ രീതിയിലും അന്വേഷണം നടക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ കാരണം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ പറയുന്നത് പെൺകുട്ടി ഭയങ്കര ബോൾഡായിരുന്നു. ആ വീട്ടിൽ തന്നെ ഇത്രയധികം ബോൾഡ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ പോലും ഈ പെൺകുട്ടി ഇടപെട്ടുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് എങ്ങനെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് കുടുംബം ചോദിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്താണ് ഇത്തരം ഒരു ദുരൂഹത ആരോപണം അല്ലെങ്കിൽ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്നുള്ളൊരു സംശയം ഈ കുടുംബം പ്രകടിപ്പിക്കാൻ കാരണം ഇതാണ് എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷത്തോളം ഇത്രയും വലിയൊരു പീഡനം ഈ പെൺകുട്ടി അനുഭവിച്ചിട്ട് പോലും ഒരു തരത്തിൽ പോലും ഈ വീട്ടിൽ പെൺകുട്ടി പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഓരോ ദിവസം നമ്മുടെ വീട്ടിൽ പറഞ്ഞ അച്ഛനും അമ്മയും വിഷമിക്കോ എന്നൊക്കെയുള്ള നമ്മുടെ പെൺകുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. ആ മാനസികാവസ്ഥ എന്നെടുത്ത് മാറ്റേണ്ടതാണ്, അത് പറയേണ്ടത് വീട്ടിലാണ്, അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ പ്രഭിൻ എന്ന് പറയുന്ന ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ 2 വർഷമായി, ഈ 2023 മെയ് മുതൽ ഇക്കാലം അത്രയും ഈ സൗന്ദര്യമില്ല, സ്ത്രീധനമില്ല, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം എന്തായാലും ഈ പ്രഭിൻ്റെ വീട്ടുകാർക്ക് അറിവുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഈ കണ്ട പീഡനമൊക്കെ ഈ പ്രഭിൻ്റെ വീട്ടുകാരുടെ കൂടെ അറിവോടെ ആയിരിക്കില്ലേ സമീർ? ഹാഷ്മി, തീർച്ചയായും ഈ കുടുംബം ആരോപിക്കുന്നതും അത് തന്നെയാണ്. കാരണം ഈ പ്രഭിൻ മാത്രമല്ല, ഈ പ്രഭിൻ്റെ ബന്ധുക്കളും സഹോദരിയും ഭർത്താവും അതോടൊപ്പം തന്നെ ഈ പ്രഭിൻ്റെ മാതാവും പിതാവും അടക്കമുള്ളവരെ കൂടി പ്രതി ചേർക്കണം, അവരെ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാനമായും ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. കാരണം ഈ പ്രഭിൻ ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഈ പ്രഭിൻ്റെ മാതാപിതാക്കൾ ഇതിന് കൂട്ടുനിന്നിരുന്നു, അതിനെ സപ്പോർട്ടുമായിട്ട് നിന്നിരുന്നു, അതിനെ എതിർത്തിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ കുടുംബവും ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഈ അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതിന് കൂട്ടുന്നുള്ള കുറ്റം കൂടി ഈ കുടുംബത്തിൻ്റെ നേരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്വാഭാവികമായും അതുകൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും. എന്നാൽ മുഖ്യപ്രതി സ്വാഭാവികമായും ഈ പ്രഭിൻ തന്നെയായിരിക്കും. കാരണം പ്രഭിനാണ് നേരിട്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും മാനസികമായി പ്രയാസപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ പോലീസും ഒപ്പം തന്നെ ഈ കുടുംബവും വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസ് ഈ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവ് ശേഖരണത്തിന് ശേഷം അറസ്റ്റിലേക്ക് കടക്കാമെന്നുള്ള നിഗമനത്തിലായിരുന്നു പോലീസ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം പോലീസ് എത്തി തെളിവുകൾ ശേഖരിക്കുകയും ഇന്ന് രാവിലെ തന്നെ അറസ്റ്റിലേക്ക് കടക്കാൻ കാരണമായതും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ പെൺകുട്ടി ഈ പ്രഭിൻ്റെ വീട്ടിൽ, ഈ അളങ്കൂരിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത്. ജനൽ കമ്പിയിൽ കയർ കെട്ടി തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതാണ് പോലീസും ഒപ്പം തന്നെ കുടുംബവും വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കുടുംബം ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ഈ മരണശേഷം ഈ വിഷ്ണുജയുടെ സുഹൃത്തുക്കളെല്ലാവരുമാണ് ഈ കുടുംബത്തോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നത്. കാരണം ഈ വിഷ്ണുജ സുഹൃത്തുക്കളുമായൊക്കെ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. അതാണ് ഈ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. എന്നാൽ ഈ കുടുംബത്തിനെ നേരിട്ട് കാര്യമായിട്ട് വിഷ്ണുജ പറഞ്ഞിരുന്നില്ല. കാരണം പ്രായമായ അച്ഛനും അമ്മയുമാണ് ഈ വിഷ്ണുജയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് ഇത് പറയാതിരുന്നത് എന്നുള്ളതാണ് നിലവിൽ കുടുംബം വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ പെൺകുട്ടി സൗന്ദര്യം കുറവാണ് എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി ഈ ഭർത്താവിനൊപ്പം ബൈക്കിൽ പോലും കയറ്റിയിരുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഈ വിഷ്ണുജയുടെ പിതാവായിരുന്നു ബസ്സിൽ കയറ്റി ഈ വിഷ്ണുജയുടെ വീട്ടിലേക്ക് അയച്ചിരുന്നത്. 2 വർഷമായിട്ട് പോലും ഈ വിഷ്ണുജയുടെ ഭർത്താവ് പ്രഭിൻ ഈ വിഷ്ണുജയുടെ വീട്ടിലേക്ക് വരികയോ താമസിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും ഈ പിതാവ് ഈ പരാതിയായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീധനം നൽകിയത് എന്തിനാണ് ആ പെൺകുട്ടി വിവാഹം കഴിച്ചത്? എന്തിനാണ്? ഇയാളുടെ കണ്ണിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അയാളുടെ കണ്ണിൽ പ്രകാരം സൗന്ദര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ആർത്തിക്കാരൻ ആഗ്രഹിക്കുന്ന പോലെ കൊടിയ സ്ത്രീധനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാന്നേ കൊലയ്ക്ക് കൊടുക്കാൻ പെൺകുട്ടി ഇയാൾ കല്യാണം കഴിക്കുന്നത് സമീർ?
സ്വാഭാവികമാണ് അശ്മി. ഈ വാർത്ത കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണത്. എന്നാൽ എന്തിനു വേണ്ടി വിവാഹം കഴിച്ചു, എന്തിനു വേണ്ടിയാണ് ഈ പെൺകുട്ടിയെ ഇയാൾ ഇത്ര ദിവസം ഉപദ്രവിച്ചത്, എന്തിനാണ് ഈ കെട്ടിക്കൊണ്ടുപോയത് എന്നടക്കമുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്കും ഒരു വ്യക്തതയില്ല. ഏതായാലും ഈ പെൺകുട്ടി നേരിട്ടത് കടുത്ത മാനസിക ശാരീരിക പീഡനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ പിതാവ് പറയുകയായിരുന്നു, ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിക്കൊണ്ട് ഇവരുടെ സുഹൃത്തുക്കൾ ഭർത്തൃ വീട്ടിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ഈ വിഷ്ണുജ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞ് കിടക്കുന്നതായിരുന്നു കണ്ടത് എന്നുള്ളതാണ്. പിന്നീട് അന്വേഷിച്ച സമയത്താണ് പെൺകുട്ടിയുടെ മുഖത്ത് ഒരു പാടും കാണുകയുണ്ട്. എങ്ങനെയാണ് ഈ മർദ്ദനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സുഹൃത്തുക്കൾ മുഖേന കുടുംബം അറിയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ ഈ ബർത്ത്ഡേ ദിവസമാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു മർദ്ദനം ഏൽക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലായി പല തരത്തിലുള്ള പീഡനം ഈ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം സുഹൃത്തുക്കൾ മുഖേന ആരോപിക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് വിഷയത്തിൽ ജോലി ഉണ്ടോ, ജോലി എവിടെയാണ്? ഹാഷ്മി, ഈ പ്രവീണിന്റെ ജോലിയും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് കൂടിയാണ് ഈ പ്രവീൺ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ക്രൂരമായ ഒരു പീഡനം നടത്തുന്നയാൾ എങ്ങനെയാണ് ഇവിടെ നഴ്സായി പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു സ്വാഭാവിക സംശയവുമുണ്ട്. കാരണം അതുതന്നെയാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് മുന്നോട്ട് വെക്കുന്നത്. ഇവനെ അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് ഇവിടെ നഴ്സായി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇയാളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ഈ പിതാവും ഈ സമാനമായ രീതിയിൽ ആരോപിക്കുന്നത്. എന്നാലും സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട നടപടി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബം പ്രധാനമായും പറയുന്നത്. ഹാഷ്മി, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സാണ് ഈ മഹാൻ പ്രഭിൻ എന്ന് പറയുന്ന ഇയാൾ. അയാളാണ് ഈ പറയുന്ന വിഷ്ണുജ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയെ, 25 വയസ്സ് ചെറിയ പെൺകുട്ടിയാണ്, സൗന്ദര്യം പോരാ, ജോലിയില്ല, സ്ത്രീധനം പോരാ എന്നൊക്കെ പറഞ്ഞ് 2 വർഷമായി നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഈ വിഷ്ണുജയുടെ വീട്ടിലേക്ക് വിഷ്ണുജയെ കൊണ്ടുവരികയോ ആ വീട്ടിൽ വന്ന് ഇയാൾ നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്നവരുടെ വീട്ടുകാർ പറയുന്നു. നിരന്തരം ബുള്ളി ചെയ്തുകൊണ്ടിരുന്നു, നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് തന്നെയാണ് ആ വീട്ടുകാരുടെ സംശയം. അതിന് കാരണമായി പറയുന്നത് വിഷ്ണുജ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്, ധൈര്യം ഉള്ള കുട്ടിയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊള്ളാം എന്ന് സ്വയം തീരുമാനിക്കുന്ന കുട്ടിയാണ്, അങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന കോൺഫിഡൻസ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വീട്ടിൽ പറയാതിരുന്നതിൻ്റെ 2 കാരണങ്ങൾ: ഒന്ന്, ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് സ്വയം ആത്മവിശ്വാസവും; 2, പ്രായമുള്ള അച്ഛനമ്മയും. നമ്മൾ ആ അച്ഛൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഒരു പാവ മനുഷ്യനാണ്, ഒരു സാധു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സാധു മനുഷ്യനെ പ്രായമുള്ള കാലത്ത് സങ്കടപ്പെടുത്തണ്ട എന്ന് പെൺകുട്ടികൾ ആലോചിക്കില്ലേ? അങ്ങനെ ആലോചന തെറ്റാണ്, അങ്ങനെ ആലോചിച്ചുകൂടാ. വീട്ടിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായി തന്നെ വീട്ടിൽ പറയേണ്ടതാണ്, നമ്മൾ പലയാവർത്തി പറയുന്നതാണ്. പക്ഷേ അതങ്ങനെ സംഭവിക്കുന്നു, സങ്കടകരം. എന്തായാലും ഇയാൾ ഏതൊക്കെ രീതിയിലുള്ള പീഡനം ഉണ്ടായി, അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ, എന്തിനാണ് ഇയാൾ ഓരോരോ കാരണം പറഞ്ഞ് ഈ കുട്ടിയെ വല്ലാതെ, ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്തിനാണ്? അല്ലെങ്കിൽ അതിനപ്പുറം ഈ മൃതദേഹത്തിൽ പരിക്കിൻ്റെ പാടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെയാണെങ്കിൽ ആ പരിക്കിൻ്റെ പാട് എന്താണ്? പ്രഭിൻ മാത്രമാണോ, പ്രഭിൻ്റെ വീട്ടുകാരുകൂടി ഈ കൊല്ലാക്കൊലയ്ക്ക്, ഈ ചിത്രവധത്തിന് ഉത്തരവാദികളാണോ എന്ന ഒക്കെ അന്വേഷണത്തിൽ വ്യക്തമാക്കും.